നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡക്ക് മസാലയാണ്. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാൻ. ഈ ഭംഗി പോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സ്കിന്നൊക്കെ എടുത്ത് കളയുന്നുണ്ട്. ശകലം അതിൻ്റെ ഫാറ്റ് ഇടുന്നുണ്ട്. കാര്യം ആ ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. മൊത്തം എടുത്ത് കളയുമ്പോഴത്തേന് ആ ഇത്രയും ടേസ്റ്റ് വരത്തില്ല. അതുപോലെ വിനാഗിരിയും ഉപ്പും ഇട്ട് ഞാൻ നന്നായിട്ട് തേച്ച് കഴുകുന്നുണ്ട്. കാര്യം ചില ഉണ്ടാക്കുന്ന ഒരു ചേറ് വാട വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. അതുപോലെ ഇതിനകത്ത് കൊച്ചുള്ളിയാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കൊച്ചുള്ളി ഇല്ല പീൽ ചെയ്യാൻ പാടാണ് എങ്കിൽ വലിയ ഉള്ളി എടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ കുക്കറിൽ ഒരു വിസിൽ കേട്ട് ഒരു 5 മിനിറ്റ്സ് ഇട്ടതിന് ശേഷമാണ് ഞാൻ നിർത്തുന്ന. കാര്യം ഒരുപാട് വെന്തടിഞ്ഞു പോകലും. അതുപോലെ തന്നെ ഈ മസാലയെല്ലാം ഞാൻ വറുത്താണ്. കണ്ടില്ലേ, ഈ വറുത്തെടുക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ വറുത്തരച്ച കറിയുടെ ആ ഒരു ടേസ്റ്റ്, ആ ഒരു കൊഴുപ്പുമാണ് നമുക്കിതിന് കിട്ടുന്നത്. കാര്യം ആ ക്യാഷ്നട്ട് എല്ലാം കൂടെ വരുമ്പോൾ അതുപോലെ തന്നെ ഈ വറുത്തത് ഒന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇട്ട് പൊടിക്കാനായിട്ട്. പൊടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് പുളിയും കൂടെ ചേർത്ത് ഞാൻ വീണ്ടും പേസ്റ്റ് പോലെ അരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുളി വേണ്ടെങ്കിൽ, കാര്യം ചിലർക്ക് ഈ പുളിയോട് ഒരുപാട് താല്പര്യം കാണാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഓപ്ഷനിലാണ്, അതിന് പകരം വെള്ളം ഒഴിച്ച് നമുക്ക് അരയ്ക്കാവുന്നതാണ്. അതുപോലെ ഞാൻ വീണ്ടും പട്ടയും പെരുംജീരകവും എല്ലാം ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് മസാല ആ ഒരു ഫ്ലേവർ വേണ്ട എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇട്ട് ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ച് എടുത്തതിന് ശേഷം വേണം നമ്മളുടെ മീറ്റ് അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട്. അതിന് ശേഷം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇത്തിരി കൂടെ എരി വേണമെങ്കിൽ അതിന് പകരം ചില്ലി പൗഡർ ചേർക്കാവുന്നതാണ്. അതുപോലെ തേങ്ങാപ്പാൽ ചേർക്കുന്നു. തേങ്ങാപ്പാൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. കണ്ടില്ലേ, ഇതേ കണക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയണം. അടുത്ത വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.